എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഞാൻ സൽമാൻ. നമ്മൾ സലു പ്ലസിന്റെ ദുബായ് സീരീസിൽ സാറ്റർഡേ സ്പെഷ്യൽ സെഗ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സൽമാൻ പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു സോഷ്യൽ കോസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ ദുബായ് സീരീസിലെ യൂട്യൂബ് സ്പേസ് ദുബായ് എക്സ്പ്ലോറേഷൻ വീഡിയോയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ മിസ് ഔട്ട് ആയവർക്കാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു കാര്യം, യൂട്യൂബ് സ്പേസ് ദുബായ് എക്സ്പ്ലോർ ചെയ്യുന്ന ഫസ്റ്റ് മലയാളം യൂട്യൂബേഴ്സ് ആണ് നമ്മൾ. അത് പറയാൻ ഞാൻ അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു ഫെസിലിറ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനും നിങ്ങൾക്ക് മനസ്സിലാകാനും കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ കോസ് ഇനീഷ്യേറ്റീവ് എന്താണ്? നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കഴിവുകൾ എക്സിബിറ്റ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പം കുക്കിംഗ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും ആർട്ട്, ക്രാഫ്റ്റ്, ഡാൻസ്, മ്യൂസിക്, ഇങ്ങനത്തെ എന്ത് സ്കില്ലുണ്ടെങ്കിലും അത് നമുക്ക് ഫ്രീ ആയിട്ട് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പക്ഷേ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിനെ അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മൾ അത് ചെയ്തു തുടങ്ങുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാകുന്നതും പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്നതും. നമ്മളിപ്പം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ടിപ്സ് കിട്ടും. അത് പക്ഷെ നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നമ്മളുടേതായ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റക്ക് ആവുന്നതും. അതിനെക്കുറിച്ച് മറ്റാരും അഡ്രസ്സ് ചെയ്ത് കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കമന്റ് ആയിട്ട് കൊടുത്താലും നമുക്ക് ഒന്നുകിൽ അതിൻ്റെതായ റിപ്ലൈ കിട്ടത്തില്ല, അല്ലെങ്കിൽ റെസ്പോൺസേ കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ സാറ്റർഡേ സെഗ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് മെയിൽ ID നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, salukitchenhelp@gmail.com. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചും ഈ ഒരു വീഡിയോയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ പോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടുന്നവർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക, അവർക്കും ഇത് ഉപകാരപ്പെടുത്തുക. ഈ ഒരു മെയിൽ ID നമ്മൾ അനൗൺസ് ചെയ്ത് അന്നുകൊണ്ട് നമുക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് തിരിച്ച് റെസ്പോൺസ് തരുന്നതായിരിക്കില്ല. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഡൗട്ട് ഞാൻ പബ്ലിക്കലി അഡ്രസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതേ ഡൗട്ട് മറ്റൊരാൾക്കും കാണും, അപ്പൊ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ഇത് ഞാൻ ഓപ്പൺ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ 15 ക്വസ്റ്റ്യൻസ് കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഇന്നത്തെ ആൻസർ ഞാൻ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഉള്ള ഒരു കാര്യം, യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അറിഞ്ഞൂടാത്തവർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിന് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബേസിക്കലി വേണ്ടത് ഒരു Gmail ID ആണ്. അതിനായിട്ട് നിങ്ങൾ gmail.com പോവുക. ടോപ്പ് റൈറ്റ് കോർണറിൽ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ സൈൻ അപ്പ് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ നെയിം, അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ ID ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ കിട്ടുന്ന മെയിൽ IDയും പാസ്വേഡും കൊണ്ട് നിങ്ങൾ youtube.com പോവുക. അതിൽ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സൈൻ ഇൻ നിൽക്കുക. നിങ്ങൾ അതിൽ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ നെയിം എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ അതിന് കുറച്ചൊരു വർക്ക് ഇടണം. ആ ഒരു എഫേർട്ട് ഇടണം. ആ ഒരു എഫേർട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചാനലിന് ഒരു തീം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ സ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ട്രാവൽ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് കാണിക്കാനോ, അല്ലെങ്കിൽ റിവ്യൂസ് ആണോ, അങ്ങനത്തെ ഒരു തീം നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുക. ആ ഒരു തീമിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ ചാനൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലെല്ലാം ചപ്പും ചവറും വാരിയിട്ട് നിങ്ങൾക്ക് ഓഡിയൻസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് ആ ഒരു തീം ബേസ് ചെയ്താണ് അതിന് സിമിലർ ആയിട്ടുള്ള വ്യൂവേഴ്സിന് ആ ഒരു വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു തീം സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആ ഒരു തീം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വഴിയെ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ആ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നെയിം ആയിരിക്കണം നിങ്ങളുടെ ചാനലിന് വരുന്നത്. അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സലു കിച്ചൺ, ആ ഒരു സലു കിച്ചൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കിച്ചന്റെ വാക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും, ഓക്കെ ഇത് ഫുഡ് റിലേറ്റഡ് ആണെന്ന്. അപ്പൊ തീമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിം വേണം നിങ്ങളുടെ ചാനലിന് ഇടേണ്ടത്.
നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഒരാൾ ഇങ്ങനെ നടന്നു പോകും, നിങ്ങൾ ആളിനെ വിളിച്ചിട്ട് നിങ്ങൾ പറയാണ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇന്നതാണ് നെയിം. ആ ഒരു നെയിം പറയുമ്പോഴത്തേക്ക് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ പുള്ളിക്ക് മനസ്സിലാവണം എന്താണ് ആ ചാനലിനെ കുറിച്ചുള്ളത്. പിന്നെ ആ ഒരു ചാനലിന്റെ നെയിം അയാളുടെ മനസ്സിൽ പതിയണം പിന്നീട് അയാൾക്ക് നോക്കാനായിട്ട്. അതുകൊണ്ടാണ് ഒരു യുണീക്ക് ആയിട്ടുള്ള തീം ബേസ്ഡ് നെയിം വേണമെന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് ചാനൽ തുടങ്ങാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് ഞാൻ അഡ്രസ് ചെയ്യാൻ പോകുന്നത് 15 ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ഈ 15 ക്വസ്റ്റ്യനും കൂടെ ഒരു കോമൺ ആൻസർ ആണുള്ളത്. പക്ഷേ 15 പേർക്കും ചെറിയ ചെറിയ എസെൻസിന് ഡിഫറൻസ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കില്ല ഈ 15 എണ്ണം പറഞ്ഞിട്ട് 15 ക്വസ്റ്റ്യനും കൂടെ എടുത്തിട്ട് ഞാൻ അതിൽ ഒരാൾക്ക് മാത്രമാണ് ആൻസർ പറയുന്നതെന്ന് വിചാരിക്കില്ല. ഇത് 15 പേർക്കുള്ള ഒരു കോമൺ ആൻസർ ആണ്. അതിൽ എല്ലാം നിങ്ങൾ പറയുന്ന ഓരോ ക്വസ്റ്റ്യനും ഓരോ ആസ്പെക്ട് വേറെ അഡീഷണൽ വരുന്നുണ്ട്. അതും കൂടെ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വേറെ കാര്യം, ഇതിൽ ഞാൻ നിങ്ങളുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയില്ല. നിങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത ആൻസർ പറയുകയാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചിരിക്കുന്ന വീഡിയോ എക്വിപ്മെന്റ് ആൻഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഫോർ ബിഗിനേഴ്സ്. അതായത് യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആവശ്യമുള്ള വീഡിയോ എക്വിപ്മെന്റും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അധികം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രൊസീജിയർ പഠിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു ഓഡിയൻസ് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിൽ നമുക്ക് എങ്ങനെ നമുക്ക് കൂടുതൽ ഓഡിയൻസിനെ കിട്ടാൻ സാധ്യതയുണ്ട്, ആ ഒരു രീതിയിൽ നമുക്ക് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് തുടക്കം. അതുകൊണ്ട് തുടക്കം നിങ്ങൾ വലിയ ക്യാമറ അല്ലെങ്കിൽ വലിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വലിയ ലാപ്ടോപ്പ് ഒക്കെ മേടിച്ച് പൈസ കളയേണ്ട ആവശ്യം ഇല്ല. ക്വസ്റ്റ്യനിലേക്ക് വരാം. വീഡിയോ എക്വിപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഫോൺ മതി. നിങ്ങളുടെ സാധാ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ ഫോൺ, ഇങ്ങനത്തെ ഒരു ബേസിക് ഡിവൈസ് വെച്ച് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ ഫോണുകളൊന്നും മോശമല്ല, നല്ല ക്യാമറകളാണ്. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ക്യാമറയിൽ പോയിട്ട് സെറ്റിംഗ്സിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല സെറ്റിംഗിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ HD വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യേണ്ടത്. അതായത് 720p അല്ലെങ്കിൽ 1080p, ഇനി കൂടിയ ഫോൺ ആണെങ്കിൽ 4K വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അഗെയിൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാണ്, നിങ്ങൾ 720p അല്ലെങ്കിൽ 1080p സെലക്ട് ചെയ്തിട്ട് അതിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ 4Kയിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് സൈസ് കൂടുതലായിരിക്കും, പിന്നീട് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് അപ്ലോഡ് ചെയ്യാനും വേറെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ 720p അല്ലെങ്കിൽ 1080pയിൽ വെച്ച് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറയുടെ ആവശ്യമേ ഇപ്പോൾ ബിഗിനേഴ്സിന് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കാം. ഇപ്പൊ തന്നെ പല ചാനലുകളും റൺ ചെയ്യുന്നത് ഇതേപോലത്തെ മൊബൈൽ ഫോൺസിൽ അവർ ക്യാപ്ചർ ചെയ്തിട്ടാണ്. പിന്നെ നിങ്ങൾ മൊബൈൽ ഫോൺസിൽ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പോർട്രേറ്റ് ആയിട്ട് നമ്മൾ എടുക്കില്ല. ഇതിങ്ങനെ കുത്തനെ നിർത്തി നിങ്ങൾ വീഡിയോ എടുക്കല്ലേ. വീഡിയോ എടുക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡൽ ഇങ്ങനെ കിടത്തിയാണ് എടുക്കേണ്ടത്. കാര്യം നമ്മുടെ യൂട്യൂബിലെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 16:9 സ്ക്രീൻ റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ കാണാൻ ഭംഗി. ഇപ്പൊ എല്ലാവരും ഫോൺ ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോഴും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് ഒരു ബേസിക് ടിപ്പ് എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഒരു വീഡിയോ ഫോണിൽ പിടിക്കുകയാണെങ്കിൽ ക്യാമറ പിടിക്കുകയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡിംഗ്. ഇതിന് നിങ്ങൾ അഗെയിൻ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മൈക്ക് മേടിക്കാനോ വോയിസ് റെക്കോർഡേഴ്സ് മേടിക്കാനോ നിൽക്കണ്ട, ഫോൺ മതി. നിങ്ങളിപ്പോൾ നേരിട്ട് പിടിക്കുകയാണെങ്കിൽ ഫോൺ ഇങ്ങനെ പിടിക്കുക. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളിപ്പോൾ പബ്ലിക് പ്ലേസിൽ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കിട്ടുമോ എന്ന് ബുദ്ധിമുട്ട് എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ മറ്റൊരു ഫോൺ കാണുമല്ലോ, അതിൽ നിങ്ങൾ സൗണ്ട് റെക്കോർഡർ ഓൺ ചെയ്ത് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്താൽ മതി. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വീഡിയോ ആദ്യം ക്യാപ്ചർ ചെയ്യുക, പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ ഡബ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇതാണ് ഒരു ബിഗിനേഴ്സിന് പറയാനുള്ള സൗണ്ട് റെക്കോർഡിങ്ങിനെ കുറിച്ച് എനിക്ക് ബിഗിനേഴ്സിന് തരാനുള്ള ടിപ്പ്. ഇതാണ്, നിങ്ങൾ സൗണ്ട് റെക്കോർഡിംഗ് ഡിവൈസ് നിങ്ങൾ ആദ്യം മേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫോൺ തന്നെ മതി. ഇനി എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് ഏതാ, നമ്മുടെ പവർ ഡയറക്ടർ, കൈൻ മാസ്റ്റർ, വിവോ വീഡിയോ. ഇതൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ സിമ്പിളുമാണ്, എന്നാൽ ഫ്രീയുമാണ്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലെ ഒരു മൈനർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫൈനൽ പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്ക് അതിൽ ആ ഒരു എഡിറ്ററിന്റെ ഇത് വരും, വാട്ടർമാർക്ക് വരും ആ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ അതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് പോവുക. പെയ്ഡ് വേർഷനിലേക്ക് പോകുമ്പോൾ വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടും. ഈ വാട്ടർമാർക്ക് റിമൂവ് ആവും.
നമ്മുടെ ഫോണിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനൊന്നും അധികം പൈസ ആവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും അഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട. ആ ഒരു വാട്ടർമാർക്ക് ഇരുന്നോട്ടെ. നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ചെറിയ കുറച്ച് എറേഴ്സ് കാണും, അതൊക്കെ കുഴപ്പമില്ല. ഈ ഒരു ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഇഷ്യൂ ഈ ഒരു വീഡിയോ ക്വാളിറ്റീനെ കാട്ടിയും മുകളിൽ നിൽക്കേണ്ടത് കണ്ടന്റ് ക്വാളിറ്റിയാണ്. അതായത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് അത് എത്ര നന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, അതിന് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ വേണം, നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യം, അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ബിഗിനേഴ്സിന് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോസ് മൂവി മേക്കർ. അത് മൈക്രോസോഫ്റ്റിന്റെ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇപ്പം കറന്റ്ലി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഡൗൺലോഡ് ലിങ്ക്സ് അവൈലബിൾ ആണ്. എഡിറ്റിംഗ് പഠിക്കാൻ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ഈ വിൻഡോസ് മൂവി മേക്കർ തന്നെയാണ്. നല്ല സിമ്പിൾ ആണ്. ആ ഒരു ബേസിക് എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റിംഗ് നടക്കുന്നത് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വേറെ ഭയങ്കര ഹൈടെക് സോഫ്റ്റ്വെയർ ഒന്നും അല്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള, നമ്മളിപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ പെയിന്റ് ഉണ്ടല്ലോ, ഏകദേശം അതേപോലത്തെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഞാൻ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, കട്ട് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ ട്രിം ചെയ്യാനും അല്ലെങ്കിൽ അതിൽ വേറെ കുറച്ച് ട്രാൻസിഷൻസ് അല്ലെങ്കിൽ വേറെ സൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് ഞാൻ എഡിറ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ബേസിക് കാര്യം അറിയാം, എന്നാൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് വണ്ടർഷെയർ ഫിലിമോറ, പിന്നെ അല്ലാതെ അഡോബ് പ്രീമിയർ ഒക്കെ ഭയങ്കര പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ബിഗിനേഴ്സിനെ ഇപ്പം വണ്ടർഷെയർ ഫിലിമോറ തന്നെ മതിയാവും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ആ വാട്ടർമാർക്കിന് പ്രശ്നം വരും. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ആവും, വേറെ അഡീഷണൽ കുറെ ഫീച്ചേഴ്സും കിട്ടും. പക്ഷെ ഇതൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കൊരു സ്റ്റുഡന്റ് എഡിഷൻ തന്നെ അറൌണ്ട് $30 ആവും. നമ്മളിപ്പോ ഒരു ഫുൾ വേർഷൻ വാങ്ങിക്കുകയാണെങ്കിൽ $100 ആവും. ഇതൊക്കെ നമ്മൾ ആസ് വി ഗ്രോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ മതി. ബിഗിനർ നമ്മളിപ്പോ തുടങ്ങാൻ നേരത്തെ ഇതൊക്കെ വാങ്ങിച്ചാലേ പറ്റൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. നിങ്ങൾ പിന്നെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അഡോബ് പ്രീമിയർ പ്രോ ഉണ്ട്, പിന്നെ അല്ലാതെ വേഗസ് പ്രോ ഉണ്ട്. ഇതൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുക. ഇനി ആപ്പിൾ ഡിവൈസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്പ് ഉണ്ട് കേട്ടോ, iMovie എന്ന് പറയുന്നത്. iMovie നല്ല സിമ്പിൾ ആണ്, നല്ല ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ ഐഫോൺ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് iMovie നല്ലൊരു ടൂൾ ആണ് കേട്ടോ. നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. iMovie തന്നെ നിങ്ങൾക്ക് മാക്സിമം ഫംഗ്ഷനാലിറ്റിയോടുകൂടി നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നല്ല ഔട്ട്പുട്ട് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് 1080 4K ഒക്കെ നമുക്ക് അതിൽ തന്നെ നമുക്ക് റെൻഡർ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇനി അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇനി നിങ്ങൾ മാക്ബുക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാക്ബുക്കിലും iMovie ഇൻബിൽട്ട് ആണ്. അതിലും നിങ്ങൾക്ക് ഇതേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഫോണിൽ ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കി ചെയ്യണ്ടേ. മാക്ബുക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ക്രീനാണ്, നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ അഗെയിൻ റെഡി ടു ഇൻവെസ്റ്റ്, നിങ്ങൾക്ക് നല്ല പ്രൊഫഷണലി ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫൈനൽ കട്ട് പ്രോ സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് അറൌണ്ട് 25,000 rupees ആണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ എഡിറ്റിംഗിലോട്ട് ഇറങ്ങി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഉള്ളപ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് ഇതിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമുക്കൊരു ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ ഇരിക്കുന്ന ഈ ഒരു ഫോൺ മതി, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഈ ഒരു ഫോൺ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ആവശ്യം മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇത് ക്യാമറ കുറച്ച് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. ഇനി വീഡിയോ സ്റ്റെബിലൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫോണുകളിലെല്ലാം ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ഷേക്ക് ഒക്കെ വരികയാണെങ്കിൽ അത് തന്നെ കോമ്പൻസേറ്റ് ചെയ്തോളും. ഇനി അതല്ല, നിങ്ങൾക്ക് ഭയങ്കര വിറയിലൊക്കെ കയ്യിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുക, ഗിംബിൾ ഉപയോഗിക്കുക. പക്ഷേ ഗിംബിളും കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് 7,000 rupees ഗിംബിളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഗിംബിളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്മൂത്ത്, നമ്മൾ ചില സീനൊക്കെ കാണില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പാൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ കൈ ഇപ്പൊ നിങ്ങൾക്ക് വലിയ വിറയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതേ ഫംഗ്ഷൻ തന്നെ ഗിംബിളിൽ ചെയ്യുന്നത്, പക്ഷെ ഒരു ഷേക്ക് ഫ്രീ ആയിരിക്കും എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക്
പുറത്ത് നിങ്ങൾ വ്ളോഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മോണോപോഡ് ഉപയോഗിക്കാം, അതായത് ഒറ്റ സിംഗിൾ സ്റ്റിക്ക്, സെൽഫി സ്റ്റിക്ക് പോലത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈപോഡ്സ് ഉപയോഗിക്കാം. ചെറിയ ഹാൻഡ് ഹെൽഡ് ട്രൈപോഡ്സും ഉണ്ട്, വലിയ ട്രൈപോഡ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വലിയൊരു ഒരു സിറ്റിയിലെ ഒരു ആക്ഷൻ ഒക്കെ നിങ്ങൾക്ക് പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ട്രൈപോഡ് വെച്ച് അതിൽ സെറ്റ് ചെയ്ത് പിടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം അല്ലാതെ നിങ്ങൾക്കിപ്പം ചെറിയ കയ്യിൽ ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കഴിക്കാനിരിക്കുമ്പോൾ ടേബിളിൽ വെച്ച് പിടിക്കണമെങ്കിൽ ചെറിയ ഹാൻഡ് ഹെൽഡ് ട്രൈപോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക്. പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോൾ തുടക്കം തൊട്ട് പറയുന്ന അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ആ ഒരു ബേസിക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്രൗഡ് കിട്ടുന്നത് വരെ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങൾ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് അത് ഭയങ്കര വിഷമം വരും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നൊരു വിഷമം നമുക്ക് വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ടൈം മാത്രം മതി തുടങ്ങാനായിട്ട്. നിങ്ങളുടെ ടൈം മാത്രം ഇട്ട് നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ നിങ്ങൾ ഒരു നല്ലൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഇടുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ല, ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ അടുത്ത വീഡിയോ വരേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഫെർദർ ടിപ്സ് ഞാൻ വരും വീഡിയോകളിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രശ്നം തോന്നുക അല്ലെങ്കിൽ ഇനി ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് നമ്മുടെ മെയിലിലേക്ക് അയക്കാം. മെയിൽ ഐ ഡി ഒന്നുകൂടെ പറഞ്ഞുതരാം, salukitchenhelp@gmail.com, salukitchen@gmail.com. ഇതിലേക്ക് നിങ്ങൾക്ക് അയക്കാം. ഞാൻ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോ നമുക്ക് വന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ഞാൻ ഇപ്പൊ തന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ചോദിച്ചവർക്കെല്ലാം ആൻസർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെ എല്ലാ ആഴ്ചയും ഈ വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം കൂടെ ഞാൻ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് ഞാൻ തന്നെയായിരിക്കും. ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന മെയിൻ ഇനി ബാക്കി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലായിരുന്നു. ഞാൻ ഇത് ബേസിക് ആയിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെ വ്യൂ കൂട്ടാം, അല്ലെങ്കിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം, എങ്ങനെ നമുക്ക് ചാനലിനെ മോണിറ്റൈസ് ചെയ്യാം, എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം, ഇതൊക്കെ ഞാൻ വരും വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. സജഷൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതും എന്റെ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലെ എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കും അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിൽ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ ഞെക്കണം. ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ ഓപ്ഷൻസ് വരും. ഓപ്ഷൻസിൽ നിങ്ങൾ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇനി ഈ ഒരു വീഡിയോയുടെ ബാക്കി വരുന്നത് ഇനി അടുത്ത ആഴ്ചയാണ്. ഇത് എല്ലാ ആഴ്ചയും സാറ്റർഡേ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫെർദർ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ബൈ.